കുടിവെള്ള പൈപ്പിടാനായി പൊളിച്ച് 4 വർഷമായി തകർന്നു കിടക്കുന്ന കാഞ്ഞാണി ആനക്കാട് പൊതുശ്മശാനം റോഡിന്റെ മുഴുവൻ ഭാഗവും ടാർ ചെയ്യുക, ആനക്കാട് റോഡിലൂടെയുള്ള യാത്രാക്ലേശം ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആനക്കാട് നിവാസികൾ മണലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കോൺടാക്ട് ചെയ്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, മെയ് മാസത്തിനുള്ളിൽ ഈ വഴി നിങ്ങൾക്ക് പഴയ രീതിയിൽ ടാർ ചെയ്ത് ഈ പൊളിച്ച ഭാഗം തരും എന്ന് അന്ന് ആൾ പറഞ്ഞു. അതിനുശേഷം ഈ പണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ യാതൊരു തീരുമാനവും യാതൊരു പ്രവൃത്തിയും ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം കഴിഞ്ഞ വർഷം പറഞ്ഞു 10 ലക്ഷം റുപ്യ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഈ റോഡിൻ്റെ നവീകരണത്തിനായിട്ട് 10 ലക്ഷം റുപ്യ അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് കൊണ്ട് എന്തായാലും ഡിസംബർ 31 റോഡ് ടാർ ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ പണി തീർക്കണം, അപ്പോൾ അവർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ വരണേക്കാൾ മുമ്പ് പണികളൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കോൺട്രാക്ടറുകാരൻ ഇതിൻ്റെ പാച്ച് വർക്കിന് വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഇത് ഇലക്ഷൻ്റെ ട്രെൻഡ് പ്രകാരം അത് വർക്ക് ചെയ്താൽ വോട്ട് തിരിയുമെന്ന് വിചാരിച്ചിട്ട് അവനെക്കൊണ്ട് പണി നിർബന്ധപൂർവ്വം ചെയ്യിക്കാതിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് ഇതേവരെ ഈ റോഡ് ടാറിങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 10 ലക്ഷത്തിന് പകരം വീണ്ടും 10 ലക്ഷം കൂടി അനുവദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം അനുവദിച്ചത് ഏകദേശം ഒരു 400 മീറ്റർ ദൂരം ചെയ്യാനുള്ളത് ഉണ്ടാവുള്ളൂ. ഈ 400 മീറ്റർ ദൂരം ചെയ്യുമ്പോൾ അതിനൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 7 അടി ചെയ്യും, 3 അടി വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കല്ല് വിരിച്ചിരിക്കുന്നത് 7 അടി വീതിയിലാണ് കല്ല് വിരിച്ചിരിക്കുന്നത്. ഈ 7 അടി വീതിയിൽ കല്ല് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാറിങ് ചെയ്താൽ ശരിയാവില്ല. കാരണം മറ്റോരും കൂടി ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പായിട്ട് റോഡ് നിന്ന് കഴിഞ്ഞാൽ റോഡിന് ലൈഫ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേമാതിരി ഒരേ വീതിയിൽ റോഡ് പണിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സെൻട്രൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടികൾ മുഴുവൻ ഇതിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ 2 അംഗൻവാടികളുണ്ട്. അപ്പോൾ അങ്ങനെ പലവിധ നിരന്തരം ആൾക്കാർ അത്രയും സ്കൂൾ ബസ്സുകൾ ഒരു 10-14 വണ്ടികൾ 2 നേരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ 2 ലെവലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡിനൊരു ലൈഫ് ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ രീതിയിൽ പഴയ ഉണ്ടായിരുന്ന കണ്ടീഷനിൽ അത്ര രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കണം എന്നുള്ളതാണ്. ഒരു സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിൽ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും ഒരു വഴിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ പഴയ രീതിയിലുള്ള റോഡിൻ്റെ വീതി കൂട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആനക്കാട് 110 സബ്സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മണലൂർ ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചേർന്നു. നിലവിലുള്ള റോഡ് 410 മീറ്ററിൽ ഫുൾ ടാറിംഗ് നടത്താമെന്നും ബാക്കിയുള്ള ഭാഗം അറ്റകുറ്റപ്പണികൾ നടത്താമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ ആനക്കാട് ശ്മശാനം റോഡിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നത്. അതിപ്പോൾ കരാറുകാരും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കായതുകൊണ്ട് ഇത് പ്രയാസം തന്നെയായിരുന്നു. പക്ഷെ അത് പരിഹരിച്ച് പോകാൻ തന്നെയാണ് ഇന്നത്തെ കമ്മിറ്റിയിലെ തീരുമാനം. ഈ ഒരു യോഗത്തിൻ്റെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റി കരാറുകാരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കരാറുകാരും സംയുക്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് യോഗം അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും 420 മീറ്ററോളം ഏകദേശം ആ വർക്ക് വരുന്നുണ്ട്. അത് പൂർത്തിയാക്കാനാണ് ഇന്ന് ഇവിടെ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ട്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ റോഡ് കുത്തിപ്പൊളിച്ചിട്ടുള്ളത്. പക്ഷേ അത് മുഴുവനായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വവും അതിൻ്റെ പ്രശ്നങ്ങളും വേറെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആനക്കാട് റോഡിൻ്റെ ഈ ടെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി പണം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കരാറുകാരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാനാണ് ഇന്ന് എടുത്ത തീരുമാനത്തിൻ്റെ ഒരു ഇതെന്ന് പറയാനായിട്ടുള്ളത്.